ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ രാജ്യത്തെ ചില ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികൾ വികസനത്തിന് വിലങ്ങുതടിയാകുന്നു എന്ന ഗൗരവകരമായ ചർച്ചയ്ക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കമിട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ നവരായ്പൂരിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നത് കേവലം ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല, മറിച്ച് ഭാരതത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമായ ഒന്നാണെന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. അമിത്ഷായുടെ വിമർശനത്തിന്റെ കാതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ഇടങ്ങളിലെ വികസന മുരടിപ്പാണ്. ലോകമെമ്പാടും പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം ഭാരതത്തിന്റെ ചില പോക്കറ്റുകളിൽ ഇന്നും നിലനിൽക്കുന്നത് ജനങ്ങളുടെ പുരോഗതിയെ ബാധിക്കുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. വികസനം എന്നത് കേവലം റോഡുകളും പാലങ്ങളും നിർമ്മിക്കൽ മാത്രമല്ല, മറിച്ച് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുകയും അവർക്ക് അവസരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലപ്പോഴും വികസനം മുരടിക്കുകയും തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയും വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന പല വികസന പദ്ധതികളും രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്ന പരാതി BJP നേതാക്കൾ നേരത്തെയും ഉയർത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ തടയുന്നതിനോ അല്ലെങ്കിൽ അവ സ്വന്തം പേരിൽ മാറ്റി എഴുതുന്നതിനോ ഉള്ള ശ്രമങ്ങളാണ് ഇടതുപക്ഷ ഭരണകൂടം നടത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു മാറ്റം വരാനിരിക്കുന്നു എന്ന ആത്മവിശ്വാസമാണ് അമിത്ഷാ പങ്കുവച്ചത്. കേരളത്തിലെ ജനങ്ങൾ പരമ്പരാഗതമായ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം BJPക്ക് വലിയ പ്രാധാന്യം നൽകുമെന്നും സംസ്ഥാനത്ത് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയവും അഴിമതിയും കേരളത്തിലെ ജനങ്ങളെ മടുപ്പിച്ചിരിക്കുകയുമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളും പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്തുന്ന രീതിയും ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല. വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നേഹത്തിനൊപ്പം കേരളവും കൈകോർക്കണമെങ്കിൽ അഴിമതിരഹിതമായ വികസന സൗഹൃദവുമായ ഒരു ഭരണം അനിവാര്യമാണെന്നും ഷാ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാഠം ഇങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ആ ഭരണം അവസാനിച്ചുവെന്നത് അമിത്ഷാ എടുത്തു പറഞ്ഞൊരു പ്രധാന കാര്യമാണ്. ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇടതുപക്ഷ ഭരണം ജനങ്ങൾ വോട്ടിലൂടെ അവസാനിപ്പിച്ചത് ആ പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്നും എത്രത്തോളം അകന്നു എന്നതിന്റെ തെളിവാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ച അതേ രാഷ്ട്രീയ മാറ്റം കേരളത്തിലും ആവർത്തിക്കും. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി BJP കേരളത്തിൽ വളർന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തന ശൈലിയെ കടുത്ത ഭാഷയിലാണ് അമിത്ഷാ വിമർശിച്ചത്. ഭരണയന്ത്രം ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്തുടരുന്നത്. ഇതിനൊപ്പം തന്നെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളും ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. വികസന പദ്ധതികൾക്ക് വകയിരുത്തുന്ന പണം സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് പകരം പാർട്ടി കേഡർമാരിലേക്കും നേതാക്കളിലേക്കും എത്തുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ഇത്തരം രീതികൾ അവസാനിപ്പിക്കാതെ കേരളത്തിന് മുന്നോട്ടു പോകാൻ കഴിയത്തില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന കിറ്റുകളും ആനുകൂല്യങ്ങളും തങ്ങളുടെ ഔദാര്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. എന്നാൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ കേരളത്തെയും ഭാഗമാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് തടയാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നവർക്ക് കഴിയില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. 2047ഓടെ ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. ഇതിനായി ഓരോ സംസ്ഥാനവും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കേണ്ടതുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വികസനത്തിനെതിരായ ഒരു മതിലായി നിൽക്കുകയാണ്. ഈ മതിൽ തകർത്തെറിയാതെ കേരളത്തിന് പൂർണ്ണമായ പുരോഗതി കൈവരിക്കാൻ കഴിയത്തുമില്ല. യുവജനങ്ങൾക്ക് തൊഴിലും കർഷകർക്ക് അർഹമായ വിലയും സ്ത്രീകൾക്ക് സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു നവകേരളം BJPയുടെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിശാലികളാണെന്നും അവർ സത്യം തിരിച്ചറിയുമെന്നും അമിത്ഷാ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കുറിക്കുമെന്നും അതിൽ കേരളത്തിന്റെ പങ്ക് നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രസംഗം എന്നതിനുപരി ഭാരതത്തിലെ രാഷ്ട്രീയ ദിശാബോധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നൽകുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അസ്തമിക്കുന്ന കാലത്ത് വികസനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ പാതയിലേക്ക് കേരളത്തെ നയിക്കാൻ ജനങ്ങൾ തയ്യാറെടുക്കുന്നുവെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അക്രമവും അഴിമതിയും ഇല്ലാത്ത എല്ലാവർക്കും നീതിയും വികസനവും ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് അമിത്ഷാ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.